എമർജൻസി എക്സിറ്റും വളരെ അടുത്താണ്. അപ്പോൾ അതന്ന് ഡോക്ടർമാരൊക്കെ ഇവിടെ വന്ന് അവർക്കത് തൃപ്തിപ്പെട്ട് അവർ ഓക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ആക്കിയതാണ്. ഈ ഹോസ്പിറ്റലും ഡോക്ടർമാരുടെ സേവനവും എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെയും കേരളത്തിലെയും പ്രമുഖരായ ഡോക്ടർമാരും നഴ്സുമാരും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമൊക്കെയുള്ള പ്രൊഫഷണൽ രീതിയിൽ ഒരു മിനി ഹോസ്പിറ്റൽ തന്നെയാണ് എന്ന് തന്നെ പറയാം. സാധാരണഗതിയിൽ സമസ്തയ്ക്ക് എന്ന് പറയുന്ന ഡോക്ടേഴ്സിൻ്റെ ഒരു ടീം ഉണ്ട്. അവരുടെ സേവനത്തിന് പുറമെയാണ് നമ്മുടെ ഈ ഒരു ഡോക്ടർമാരുടെ കൂടി സേവനം ഈ ക്യാമ്പിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ റെസിഡൻഷ്യൽ ക്യാമ്പിനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് വടകരയിലെ തണൽ നടത്തിയിട്ടുള്ള ഒരു രജിസ്റ്റർ ക്യാമ്പായിരുന്നു. അവിടെ ഏകദേശം 5000-ഓളം ആളുകളായിരുന്നു ആ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഇതാ റെസിഡൻഷ്യൽ ക്യാമ്പിൻ്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ടെൻറ്റിനുള്ളിൽ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു ഖ്യാതിക്ക് ഒരു പക്ഷേ ഗിന്നസ് റെക്കോർഡിലേക്ക് വരെ കടന്നു കയറാൻ പറ്റുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഈ ഒരു സമ്മേളനം ഉണ്ടാകുക. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിൽ ഇതുപോലെ മറ്റൊരു ക്യാമ്പ് സൈറ്റും ഇതുപോലെ സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല. ഏകദേശം 35,000-ഓളം ആളുകൾ ഒരേ ക്യാമ്പിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, അവർക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമ കേന്ദ്രങ്ങൾ എല്ലാം സജ്ജീകരിച്ചുകൊണ്ടുള്ള വളരെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ടെൻറ്റുകളിലൊക്കെ തന്നെയും അവിടെ ആർട്ട് വർക്കുകൾ, അഥവാ ഇതിന് ഒരുപാട് ആർച്ചുകളും സ്തൂപങ്ങളും മിനാരങ്ങളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആർട്ട് വർക്കുകൾ ഇന്ത്യയിലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള കൊറിയോഗ്രാഫർമാരുടെയൊക്കെ പിറകിൽ അണിനിരക്കുന്ന ആർട്ടിസ്റ്റുകൾ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമ്പ് സൈറ്റിൽ തന്നെ ഏകദേശം ഒരു ദിവസം 500-ഓളം അഥവാ 300-നും 500-നും ഇടയിലുള്ള ആളുകൾ ഒരു ദിവസം തന്നെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ ഈ ക്യാമ്പ് ഇങ്ങനെ വളരെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് പ്രത്യേകത. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ടെക്നോളജിയെ സമന്വയിച്ചുകൊണ്ടാണ് ഈ ഒരു സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്നാണ് പലപ്പോഴും സമസ്തയ്ക്ക് നേരെ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നൊരു കാര്യം. ഒരു പിന്തിരിപ്പന്മാരാണ്, അല്ലെങ്കിൽ ഉസ്താദുമാർക്ക്, അല്ലെങ്കിൽ ഈ നിങ്ങൾ ഇപ്പോഴും ഏത് കാലത്താണ്, ഏത് നൂറ്റാണ്ടിലാണ്. പക്ഷെ ആ ചോദ്യം ചോദിക്കുന്ന ആളുകൾ അവരുടെ ഏതെങ്കിലും ഒരു സംവിധാനത്തിനകത്ത് ടെക്നോളജികൾ എത്രമാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ സമസ്തയുടെ ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളിലെല്ലാം ആധുനിക കാലത്തെ ഏറ്റവും മികച്ച ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സംവിധാനിക്കുന്നു എന്നത് സമസ്തക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ്. അതിൻ്റെ ഒരു വലിയ കാഴ്ചകൾ കൂടിയാണ് ഈ ക്യാമ്പ് സൈറ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനി നമ്മൾ അറിയുകയും നുകരുകയും അത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതേതരത്തിൽ ഈ ക്യാമ്പ് പ്രതിനിധികളായി അവസരം ലഭിച്ച ആളുകൾക്ക് ലഭിക്കുന്ന ഒരു വലിയ സൗഭാഗ്യം കൂടിയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനിയെല്ലാം നമുക്ക് അതിൻ്റെ ഡേ ടു ഡേ അപ്ഡേഷൻ നമ്മൾ നൽകിക്കൊണ്ടിരിക്കും. ഈ പന്തൽ നാളെ തന്നെ ഉയരും എന്നാണ് ഇതിൻ്റെ ക്രമീകരിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും നമുക്ക് ഓരോ അപ്ഡേഷനുകളും നിങ്ങളുടെ മുന്നിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും.